മകരസംക്രാന്തി ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സേവാതീർത്ത് സമുച്ചയത്തിലേക്കാണ് ഓഫീസ് മാറുന്നത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മുതൽ സൗത്ത് ബ്ലോക്കിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ അധികാര കേന്ദ്രം മാറുകയാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി റെയ്സീന ഹില്ലിന് സമീപത്താണ് പുതിയ ഓഫീസ് സമുച്ചയം. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എടുത്തുകാട്ടുന്ന രീതിയിലാണ് നിർമ്മാണം. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഇതിലൊരുക്കിയിട്ടുണ്ട്. കേന്ദ്ര ഭരണമേഖലയെ പുനർവികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ 4ാം ഘട്ടമാണിത്. നേരത്തെ എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്നറിയപ്പെട്ടിരുന്ന കെട്ടിടം ഇപ്പോൾ സേവാതീർത്ത് എന്ന് പുനർനാമകരണം നടത്തുകയായിരുന്നു. സേവനത്തിന്റെ പുണ്യസ്ഥലം എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് സമുച്ചയം. സേവാതീർത്ത് 2 ഇതിനകം തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സേവാതീർത്ത് 3ലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഓഫീസ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ നിർമ്മാണവും ഓഫീസിന് സമീപം പുരോഗമിക്കുന്നുണ്ട്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന മന്ത്രാലയങ്ങളെ ഒരിടത്തേക്ക് കൊണ്ടുവരാൻ കോമൺ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങളും നിർമ്മിച്ചു വരുന്നുണ്ട്. കോളനി ഭരണകാലത്തിന്റെ ശേഷിപ്പുകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റം. നേരത്തെ ന്യൂഡൽഹിയുടെ രാജ്പഥിനെ കർത്തവ്യപാത എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. പുതിയ കെട്ടിടങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ സൗത്ത് നോർത്ത് ബ്ലോക്കുകൾ യുഗേ യുഗീൻ ഭാരത് സംഗ്രഹാലയ എന്ന പേരിൽ ഒരു പൊതു മ്യൂസിയമായി മാറും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.